പറിച്ചു. ഇന്നെന്താ പുതിയ കണ്ടുപിടുത്തം? കണ്ടുപിടിക്കാൻ ഒന്നും കാണുന്നില്ല. ആകാശത്താണ് അത്ഭുതങ്ങൾ. ആകാശത്തിൻ്റെ അനന്തതയിൽ 40,000 കോടി തേജോഗോളങ്ങൾ. മനസ്സിലായോ? മനസ്സിലാവില്ല. ലോകം ഉണ്ടായ മുതൽ മനുഷ്യ ശരീരം ഇതേ വിധമാണ്. എന്നിട്ടും അത് മനസ്സിലാക്കാനാവാത്ത നിങ്ങൾ. എന്താ അംബീഷ, ഹൗ ആർ യു? ഫൈൻ ഡോക്ടർ. പക്ഷെ അതൊരു ഭംഗിവാക്ക് മാത്ര. മനുഷ്യനൊന്ന് കുളിക്കാൻ കൂടി കുറ്റമല്ല വിവേകാനന്ദൻ പറഞ്ഞത്. ഇതൊരു ഭ്രാന്താലയ. നേരെയാക്കാം. ഡോക്ടർ, ദേ നോക്കിയേ, ഈ ചന്ദ്രമണ്ഡലത്തിലെ രേഖ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലൂനാർ. അതാണ് പ്രതിഭയുടെയും ഭ്രാന്തിന്റെയും മണ്ഡലം. പ്ലീസ് ഡോക്ടർ, ആ കൈയൊന്ന് കാണിച്ചേ. ഞാൻ കൃത്യമായിട്ട് ഫലം പറയാം. പക്ഷേ എന്റെ പ്രവചനത്തിന്റെ ശക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഹാലോപെരിഡോൾ കൊടുക്കുന്നില്ലേ? ചന്ദ്ര സാർ വേണ്ടെന്ന്. കണ്ടിന്യൂ ദാറ്റ്. ശരി സാർ. പുതിയ കവിത. അത് കവിത വനിതാ ചൈവ സ്വയം ആഗതാവര എന്നാണ് സംസ്കൃതം. കവിതയും വനിതയും തനിയെ വരണം, എന്നാലേ നന്നാവൂ. ഡോക്ടർ, താങ്കളുടെ ഈ ജൂനിയേഴ്സ് ഇല്ലേ, ഒന്നും അത്ര ശരിയല്ല. എല്ലാം പരിഹരിക്കാം. പുതിയ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. എപ്പോഴെങ്ങനാ? നോക്ക് നോക്ക്, ഇവിടെ നോക്ക്. സുന്ദരി കുട്ടി, എന്താ നോക്കുന്നേ? ഇങ്ങോട്ട് പതുക്കെ. അയ്യോ, എന്റെ ഫയലെല്ലാം നനച്ചല്ലോ കുട്ടി. സാരമില്ല കേട്ടോ. വാ. ലീഗൽ പ്രൊസീജിയേഴ്സ്. ഒരു കുട്ടിയെ മെന്റൽ ഹോസ്പിറ്റലിൽ വളർത്താൻ സർ. നിയമത്തിന് ഹൃദയമില്ല. ഹൃദയം ഡോക്ടർ, ഇറ്റ്സ് ഓൺലി എ പമ്പിംഗ് മെഷീൻ. ഞാൻ മജിസ്ട്രേറ്റിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ആൻഡ് വെയിറ്റ്. അല്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിനെ റോഡിൽ ഉപേക്ഷിക്കണം. ഞാൻ തീരുമാനിച്ചു, ഈ കുട്ടി ഇവിടെ തന്നെ വളരട്ടെ. സർ, അത് രോഗമില്ലാത്തൊരു കുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ. ഐ നോ. തൽക്കാലം ഈ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ വളരും.